കണ്ടോ അതൊക്കെ നോക്ക്. എന്ത് അയ്യോ ദേ ഫോട്ടോ അടിക്കരുത് ടോർച്ച് കാണുന്നില്ലല്ലോ. പോവും. അവിടെ ഇറങ്ങുമ്പോഴും കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്. This one the antenna Wi-Fi. You internet your problem, you can connect Wi-Fi. Fine. മലേഷ്യയിലെ അടിപൊളി മാംഗ്രോവ് ഐലൻഡ് ടൂർ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് ആദ്യമായിട്ട് ആര് മലേഷ്യക്കാരിയായ ജസ്വിനി എന്ന് പറയുന്നത് ഈ ലിറ്റിൽ. അപ്പോൾ മാംഗ്രോവ് ഐലൻഡ് ടൂർ നമ്മൾ കാണാൻ പോവാണ്, എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കാണണ്ടേ? അപ്പോൾ അടിപൊളി ടൂർ ഇവിടെ തുടങ്ങുന്നു. അങ്ങനെ നമ്മൾ ബോട്ട് കെട്ടി എത്തിയിരിക്കുന്നു. അങ്ങനെ ബോട്ടുകൾ കിടക്കുമായിരുന്നു. വലിയ തിരക്കില്ലാത്ത സമയമായതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ലായിരുന്നു, വലിയ ആൾക്കാരും ബഹളമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഈ കിടക്കുന്നതാണ് നമ്മുടെ മാംഗ്രോവ് ഐലൻഡ് ടൂറിനുള്ള ബോട്ടുകൾ. കണ്ടൽക്കാടിലൂടെയുള്ള ഉൾപ്രദേശങ്ങളിലൂടെയുള്ള ഒരു കറക്കം, പല പല ഐലൻഡുകളെ കണക്ട് ചെയ്യുന്ന കറക്കം. അങ്ങനെ നമ്മൾ ബോട്ട് ചെട്ടിയിൽ നിന്ന് ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ കയറുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ കാണുന്ന പോലെ ചെരുപ്പ് നല്ല ഗ്രിപ്പുള്ളതായിരിക്കണം, അല്ലെങ്കിൽ മൂക്കും കുത്തി വീണ് പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോവുക. വെള്ളത്തിൻ്റെ ഒരു കോസ്റ്റ്യൂമൊക്കെ വെച്ചിട്ട് ആദ്യം നമ്മൾ പോകുന്നത് ബാക്ക് കേവിലേക്ക്. നമ്മളിങ്ങനെ കേവിലേക്ക് കിടക്കുവാണ്. മലയാളത്തിൽ ഗുഹയടി. ഗുഹയോ എന്ന് വെച്ചാൽ നമ്മുടെ പേരക്കയുടെ ഗുഹ. ഓ ശരി, മലയാളം. ഇത് ഗുഹ. അതുപോലെയൊക്കെ തന്നെ GUH പോലെ വരും. അല്ല, മലയാളത്തിൽ വേറെ ലെറ്റർ ഉണ്ട്. കണ്ടോ അതൊക്കെ നോക്ക്. എന്ത് അയ്യോ ദേ പോയിട്ട് വൃത്തിയിട്ടാൽ അയ്യോ എടി നീ എന്നെ അറിഞ്ഞുകൊണ്ടാണ് ഈ കേജി കൊണ്ടുവന്ന വൃത്തിയിട്ടോളെ യെസ്സിനി. വാടാ വാടാ, ഇത് ബാറ്റിൻ്റെ വീടാ. ഇങ്ങോട്ട് അടിക്കരുത് ടോർച്ച് കാണുന്നില്ലല്ലോ. അയ്യോ ഇങ്ങോട്ട് വാ. ഇവിടെ വാ. ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്ക്, എങ്ങനെയുണ്ട് ഇഷ്ടം? അപ്പോൾ അങ്ങനെ ഞാൻ പണ്ടേ ടേംസിലില്ലാത്ത വവ്വാലുകളുടെ ഗുഹയിൽ കയറി. എനിക്ക് പണ്ടേ വലിയ താല്പര്യമില്ലാത്തൊരു സാധനമാണ്. നമ്മുടെ വീടിൻ്റെ സപ്പോർട്ടൊക്കെ തിന്നാൻ വേണ്ടി എപ്പോഴും വന്ന് ഇങ്ങനെ തലയും കുത്തി കിടക്കുന്ന കാണാം, എങ്കിലും നമുക്ക് താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ വന്ന് അവിടെ നിന്ന് നമ്മൾ എല്ലാം കറങ്ങി തിരിഞ്ഞിറങ്ങി അടുത്ത് വീണ്ടും നമ്മൾ ബോട്ടിൽ യാത്രയാണ്. ഇങ്ങനെ ഓരോ സ്ഥലത്തും ബോട്ടിൽ മാംഗ്രോവ് ടൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് പോയി ഇറങ്ങി അവിടെ എൻജോയ് ചെയ്യുക, പോവുക. അങ്ങനെയാണ് ശരിക്കും ഒരു റിലാക്സ് ട്രിപ്പ്. അതായത് നമുക്ക് ഒരു ബഹളവും ഇല്ല. ആകെ നമുക്കറിയാമല്ലോ ഒരു ബോട്ട് റൈഡിൻ്റെ എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഗ്രീനറിയും മലകളും ആയിട്ട് ഈ വെള്ളത്തിൻ്റെ കൂടെ പോകുന്ന ഒരു രസവും പിന്നെ ഫുൾ കാറ്റും. ഈ സൗണ്ട് കേൾക്കുമ്പോഴേ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ കാറ്റിൻ്റെ ശക്തി. അത്രയ്ക്ക് കാറ്റാണ്, നമ്മുടെ ക്യാമറയ്ക്ക് തന്നെ അടിക്കുന്നത് കേൾക്കാം. ശരിക്കും നല്ല എൻജോയ് ചെയ്ത് പോകാം. നമ്മൾ ഈ ഗുഹകളൊക്കെ ഇങ്ങനെ തുരന്നു പോകുന്ന പോലെ തോന്നും. പിന്നെ ഈ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മളവിടെ ഇറങ്ങുന്നില്ലേ? ഇറങ്ങുന്നുണ്ട്. അവിടെ ഉൾപ്പെടെ നമ്മളിങ്ങനെ കാണുന്ന സ്ഥലങ്ങളെല്ലാം ഇറങ്ങി പോകും. അവിടെ ഇറങ്ങുമ്പോഴും കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്. Bagi makan dia macam ni lah. Sebab dia tak ada ini, dia cuma ada kursi. Okay, you want to try? You want to try the spider there? Habis itu barang there. Okay. Nucha, the mount under. Look, apa kau tu? No patik. No tip. Di tas dia. എന്താ You touch the water? Okay, kan. Nama dia kita bagi Adam dan Hawa lah. Oh, Adam. കോർണർ ത്രോ
tengah. Tengah kuat. Ya, macam tu. Boleh tengok gambar ke boleh. Ni muka macam Predator movie tu. Look like predator. Okey, kalau selalu makan telur je. Telur dia simpan bahagian sini. Lepas tu bahagian sini. എന്താടി Okey, kalau kat rumah. Eat the egg, Moncha. Hmm. The egg. Okay, The side got egg, but this one. Okay, this one the ice. Nice. This one the antenna Wi-Fi. You internet your problem, you can connect Wi-Fi. 5G. You don't put the head, want to massage. Very nice. ഓ You want try massage? ഓക്കെ ഓക്കെ നോടാ Okay. तुम जो कह दो तो चांद तारा दौड़ लाऊंगा मैं എന്നാടേ അങ്ങനെ നമ്മൾ ചീറിപ്പാഞ്ഞ് കയറുന്നതാണ് ക്രൊക്കഡൈൽ കേവ്. ഈ ക്രൊക്കഡൈൽ കേവിൽ പേടിക്കാൻ ക്രൊക്കഡൈലൊന്നും ഇല്ല കേട്ടോ. ആ ഷേപ്പ് ക്രൊക്കഡൈലിൻ്റെ ആയതുകൊണ്ട് ക്രൊക്കഡൈൽ കേവ് എന്ന് പറയുന്നു. അതിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. Big 35 meter Moncha then. Monkey feeding, Chamu. Monkey feeding. അപ്പോൾ കുരങ്ങനെ തീറ്റ കൊടുക്കല്, അഥവാ മങ്കി ഫീഡിങ് വേറൊരു പരിപാടിയാണ്. അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ബാക്ക് കേവിലൊക്കെ പോകുമ്പോൾ കുരങ്ങന്മാരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. ചിലരൊക്കെ കുരങ്ങന്മാർ വന്ന് സാധനങ്ങൾ എടുക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. Dia shy kan? Oh. വഴക്കുണ്ടാക്കിയല്ലേ? ആ ചാടി പിടിച്ചവനാണ് താടാ അവിടെ കണ്ടോ. മമ്മം എത്ര വാല്യുബിളാന്ന് കണ്ടോ വാവ, മനസ്സിലായോ? ഈ കുരങ്ങിന് മമ്മം കിട്ടാതെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടോ? അതുകൊണ്ട് മമ്മം വേസ്റ്റ് ആക്കരുത് കേട്ടോ, മനസ്സിലായില്ലേ ഇപ്പോ? മനസ്സിലായോ? ആ അതാണ്. ഇനി വേസ്റ്റ് ചെയ്യല്ലോ കേട്ടോ വാവ വെറുതെ. എടി എന്തുപോലെ എന്റെ ചോക്ലേറ്റ് കേക്ക് ഇതേ പോകുന്നു. ഇവിടെയല്ല എവിടെ അവിടെ വെയിറ്റ് ചെയ്യ്. എന്താ ബാക്കി കേക്ക് എനിക്ക് തന്നേരും, പൊട്ടിപ്പോയി കഴിക്കാൻ പറ്റിയല്ല. അങ്ങനെ മൃഗസ്നേഹിയായ ലിറ്റിൽ ബ്രെഡ് കൊടുത്തതിനും മതിയാകാഞ്ഞിട്ട് എന്നെ ചോക്ലേറ്റ് ബണ്ണൂടെ എടുത്തിട്ട് കൊടുത്തു. ഈ നന്ദിയില്ലാത്ത കുരങ്ങിന് കൊടുക്കുന്നതിലും നല്ലത് ആ നന്ദിയുള്ള കുരങ്ങന്മാർക്ക് കൊടുക്കുന്നതാണ് എന്നവൾ മീൻ ചെയ്തോ എനിക്കൊരു സംശയമുണ്ട്. പിന്നെ ട്രിപ്പ് കൊളാക്കി വെറുതെ അടിയുണ്ടാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കാഴ്ചയൊക്കെ കണ്ട് ഇതിങ്ങനെ ഇരുന്നു. അണ്ടി വേണാനെ പോലെ ഞാൻ കാഴ്ചയും കണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഒരു പ്രത്യേക ഫീലാണ്. ഇത് പോയപ്പോൾ ഉള്ള ഫീൽ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ശരിക്കും നമുക്ക് റിലാക്സ് മൈൻഡ് സെറ്റിനൊക്കെ പറ്റിയൊരു സംഭവം കേട്ടോ. അടിപൊളി നല്ല സ്പീഡിൽ നല്ല കാറ്റ് കൊണ്ട് പോകും. നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? പണത്തിന് മേൽ പരുന്തും പറക്കില്ല എന്ന് പറയുന്ന പരുന്തുകളുടെ അടുത്തേക്ക്. അവിടെ ചെന്ന് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ആ തീറ്റയ്ക്ക് മേലെ ഈ പരുന്ത് പറക്കും. ഇതിൻ്റെ കൂടെ ലിറ്റിൽ അവിടെ ഇരുന്ന് മലേഷ്യ ആളോട് ലോക്കൽ ലാംഗ്വേജിൽ സംസാരിച്ചിട്ട് എനിക്ക് തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് സീക്കി മനസ്സിലാക്കി ഞാൻ എൻ്റെ കൂടെ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കണം. സിംഗിൾ ഓഫ് ലങ്കാവി. Oh, Moncha, that one, white that is. That one is a bigger type. He will usually eat snake and fish.
വൈറ്റ് ആൻഡ് more ബ്ലാക്ക് bigger. ബ്ലാക്ക് ആൻഡ് വൈറ്റ് Black and white. ഓക്കെ But this is the symbol of ഇത് ലങ്കാവി Langkawi. അങ്ങനെ സിമ്പിൾ ഓഫ് ലങ്കാവി ഏതാ നമ്മുടെ പരുന്ത്, നമ്മുടെ മമ്മൂട്ടി പരുന്നല്ല, ഈ കാണുന്ന പരുന്നാണ് സിമ്പിൾ ഓഫ് ലങ്കാവി. അതാണ് ഈഗിൾ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥലമുള്ളത്. അതായത് ഇപ്പോൾ അവിടെ മെയിൻ്റനൻസും പരിപാടിയൊക്കെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു. അതും നമ്മൾ കാണുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന ദിവസം കാണാം. ഏതായാലും ഈ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി ഫീലായിരുന്നു. അതായത് പരുന്തുകൾ വന്ന് ഫുഡ് കഴിക്കുന്നു. ആദ്യം അവർക്ക് കഴിക്കാനും മടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ചേട്ടൻ ചെറിയ ഭക്ഷണമൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ചീറ്റിട്ട് ഇങ്ങനെ ഒരു ചെറിയ നൈസ് ഷോ ഒക്കെ കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പരുന്തുകളെല്ലാം വന്ന് കൊത്തി കഴിക്കാൻ തുടങ്ങി. And the UNESCO already stick them one boat 100 to 200 game on that. അങ്ങനെ ഒരു 1.5 മാംഗ്രോവ് ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ മാംഗ്രോവ് ടൂർ. മസ്റ്റായിട്ട് പോകേണ്ട സംഭവങ്ങളാണ് ഈ മാംഗ്രോവ് ടൂർ, ഐലൻഡ് ഹോപ്പിംഗ് ഒക്കെ. അപ്പോൾ അവിടെ പോയിട്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ശരിക്കും റിലാക്സ് ചെയ്ത് അവസാനം കുറച്ച് സ്വിം ചെയ്തു. ആ സമയമായപ്പോഴത്തേക്കും ഫോണും ചത്തു. പിന്നെ ഫോണും ക്യാമറയും നോക്കാൻ പോയില്ല. അതൊക്കെ വിട്ടിട്ട് എടുത്ത് ചാടി. പിന്നെ മണ്ണിൽ കിടന്ന് ആപ്പിളിൻ്റെ കൂടെ കളിയും ബഹളമായി. സ്വിമ്മിങ്ങും ചെയ്തു കുറച്ച് നേരം, സ്കൂബയും ചെയ്തു. പക്ഷേ സ്കൂബ വെള്ളം അത്ര നല്ല ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ താഴത്തേക്ക് പോയി. അപ്പോൾ ഒരു ചെറിയ പണി കിട്ടി. കാലയിലൊരു സാധനം കുത്തുകയും ചെയ്തു. ഏതായാലും വലിയ പരിക്കുകളില്ലാതെ അതെല്ലാം മുങ്ങി കണ്ടു. അപ്പോൾ സ്കൂബ ചെയ്യണമെന്ന് വലിയ സജസ്റ്റ് ചെയ്യല ഞാൻ. പക്ഷേ ഇതും മാംഗ്രോവ് ടൂറും അതിൻ്റെ കൂടെയുള്ള സ്വിമ്മിങ്ങും വേറെ ലെവൽ സാധനം. ഇല്ല ഇത് കളിക്കാൻ പറ്റില്ല. ഇത്